ഇവൻറ്റിലേക്ക് ഞങ്ങൾ കടക്കാൻ ഒരുങ്ങുകയാണ്. ആദ്യം തന്നെ നിങ്ങളെല്ലാവരെയും ഒഫീഷ്യലി ഈ ഒരു ഇവൻറ്റിലേക്ക് സ്വാഗതം അർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ COA ജില്ലാ പ്രസിഡന്റായ ശ്രീ സനീഷ് മാനുവൽ അദ്ദേഹത്തെ സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MLA എ രാജ, ന്യൂസ് മലയാളം ചാനലിൻ്റെ MD അബൂബക്കർ സിദ്ദീഖ്, കേരള വിഷൻ ചാനലിൻ്റെ ചെയർമാൻ CBPS, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, കുടുംബശ്രീയുടെ സാരഥികൾ, അതുപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, ഈ നാട്ടുകാർ, പ്രിയമുള്ളവരെ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ മഹത്തായ പ്രസ്ഥാനമാണ് കേരള വിഷൻ ന്യൂസ് ചാനൽ. അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഏത് പ്രോജക്റ്റുകളും ഈ നാട്ടിൽ വിശ്വാസത്തോടു കൂടി ഏൽപ്പിക്കുന്ന ഒരു ചാനലാണ് കേരള വിഷൻ ന്യൂസ് ചാനൽ. ഇപ്പോൾ തന്നെ 8 ജില്ലകളിൽ 8ാമത്തെ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇനി 6 ജില്ലകളിൽ കൂടി ഈ പ്രോഗ്രാം നടക്കാനുണ്ട്. നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള വിഷൻ ഇത്ര വലിയൊരു ഈവൻ്റ് ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സാമ്പത്തികമായി പിന്നോട്ട് നിന്നിരുന്ന സ്ത്രീജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ മുൻപോട്ട് നയിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, പണ്ട് കാലം ഇടുക്കി ജില്ലയൊക്കെ സംബന്ധിച്ച് 90-ന് പുറകിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിമാരടക്കം എവിടെയെങ്കിലും പോകണമെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ മാലയൊക്കെ വായ്പ മേടിച്ച് കഴുത്തിലിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി അവർ സാമ്പത്തികമായി ഭദ്രതയിലേക്ക് എത്തുവാൻ വേണ്ടി സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു കുടുംബശ്രീ. അത് മനോഹരമായി അവർ വിജയിപ്പിച്ചു. ഇന്ന് അവർക്ക് ഏത് ബാങ്കിൽ ചെന്നാലും ലോൺ കൊടുക്കും, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, അവർ കൃത്യമായി അത് തിരിച്ചടയ്ക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബാങ്കുകളെല്ലാം അവർ കൃത്യമായി ആ ലോണുകൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് കേരള വിഷൻ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം. ചെറിയ ചെറിയ സാധാരണക്കാരായ ഓപ്പറേറ്റർമാരിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കേരളത്തിലെ തന്നെ 1000 കോടി ക്ലബിലെത്തിയ ഒരു കമ്പനിയായി മാറ്റിയെടുക്കുവാൻ ഇതിനെ നയിച്ച നേതാക്കന്മാർക്കും ഇതിന് പിന്തുണ കൊടുത്ത ഓപ്പറേറ്റർമാർക്കും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അവർക്ക് അവാർഡ് കൊടുക്കുന്നതിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേരള വിഷൻ നിൽക്കുന്നത്. ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം നമുക്ക് ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ദേവികുളത്തിൻ്റെ അഭിമാനമായ എ രാജ MLA ആണ്. അത് ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് ഹാർദവുമായി എൻ്റെ പേരിലും കേരള വിഷൻ്റെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അവാർഡ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റിരിക്കുന്നത് ഇടുക്കിയുടെ സ്വകാര്യ അഹങ്കാരമായ മന്ത്രി റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന് ഒത്തിരി പ്രോഗ്രാമുകൾ ഇന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ ഒന്ന് വന്ന് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചിട്ടേ പോകൂ എന്നേറ്റിട്ടുണ്ട്. അദ്ദേഹം എത്തും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് അവറുകളാണ്. അദ്ദേഹവും എത്രയും പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഒരു പരിപാടിയിലാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തും. ഒന്ന് അവധി ദിവസങ്ങളായതുകൊണ്ട് എല്ലാ
നേതാക്കന്മാർക്കും തിരക്കാണ്, അതാണ് ചെറിയൊരിതുള്ളത്. അദ്ദേഹവും നമ്മുടെ വേദിയിലെത്തും. അദ്ദേഹത്തെ കേരള വിഷൻ്റെ പേരിലും എൻ്റെ പേരിലും ഈ അവാർഡ് ദാന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഉടുമ്പൻചോലയുടെ MLA MM മണിയാശാൻ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ PJ ജോസഫ് അവറുകൾ എത്താമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വാഴൂർ സോമൻ അവറുകൾ MLA എത്താമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അസൗകര്യം പറഞ്ഞില്ലെങ്കിലും ഔപചാരികയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അടിമാലി ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അവറുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൗമ്യ അനിൽ മേഡത്തിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്കെല്ലാം അറിയാം, നമുക്ക് ഈ ഓഡിറ്റോറിയം വിട്ടു തന്ന രാജേഷ് അച്ഛനെ നമ്മൾ എത്രമാത്രം സ്വാഗതം ചെയ്താലും മതിയാകില്ല. ആദ്യം തന്നെ കേരള വിഷൻ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ AC ഓഡിറ്റോറിയം വേണം എന്നാണ് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. എങ്കിൽ പോലും എൻ്റെയും എൻ്റെ കൂടെയുള്ള പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരുടെയും നിർബന്ധമായിരുന്നു അടിമാലിയിൽ വെച്ച് ഈ പ്രോഗ്രാം നടത്തണം എന്നുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു AC ഓഡിറ്റോറിയം കിട്ടുക എന്നുള്ളത് അടിമാലിയിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ സന്തോഷേട്ടനടക്കം അച്ഛനെ സമീപിച്ചപ്പം അച്ഛൻ ഇത് തരാമെന്ന് ഏൽക്കുകയും, നമുക്കറിയാം അത്രയും നല്ല ഒരു ഇത്രയും വളർത്താൻ വേണ്ടി ആദ്യകാലം മുതൽ മെനക്കെട്ടിറങ്ങിയ ഞങ്ങളുടെ ഇപ്പോൾ ന്യൂസ് മലയാളം 24-ൻ്റെ MD ആയിരിക്കുന്ന അബൂബക്കർ സിദ്ദിഖ്, ഞങ്ങളെല്ലാം സിദ്ദിഖ് ഭായ് എന്ന് വിളിക്കുന്ന ഇക്കാനെ ഈ വേദിയിലേക്ക്, ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സിബി സാറ് നമ്മുടെ കേരള വിഷൻ ന്യൂസ് ചാനലിൻ്റെ ചെയർമാനാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, എപ്പോഴും അടിമാലിയിൽ കാണുന്ന ആളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള വിഷൻ്റെ ഡയറക്ടർമാർ, അങ്ങനെ കേരള വിഷൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ ഒക്കെ എത്തിയിട്ടുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യണം. മറ്റൊന്ന്, കുടുംബശ്രീ പ്രവർത്തകർ, അവാർഡ് വാങ്ങിക്കാനും ഈ പ്രോഗ്രാം ആസ്വദിക്കാനും എത്തിയിരിക്കുന്ന മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേബിൾ TV ഓപ്പറേറ്റർമാർ അസോസിയേഷൻ്റെ ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ ഉത്സവത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ദേവികുളം MLA ആയ ശ്രീ A. രാജ അവറുകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് സാറിനെ സാദരം മുന്നോട്ട് ക്ഷണിക്കുന്നു. സോ ഞങ്ങളുടെ ഇന്നത്തെ റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡ് പ്രസൻസ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 ആണ്. നിങ്ങൾ സാക്ഷ്യം